എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പടക്കളം, ഗെറ്റ്സ് ബേബി, തുടരും, പ്രിൻസ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സർക്കിറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലിയുടെ പുതിയൊരു സിനിമയായിരുന്നു സർക്കിറ്റ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സർക്കിറ്റ് വാഷ് ഔട്ടായി. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോയത്. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റിപ്പോർട്ടാണ് സർക്കിറ്റിന് ലഭിച്ചത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് സർക്കിറ്റിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ട്, അനുമോഹനാണ് ബിഗ് ബാൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബിഗ് ബാൻ. ഈ സിനിമയുടെ OTT സൺനെക്സ്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നേരത്തെ OTT റിലീസ് പ്രഖ്യാപിച്ചതാണ്, പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോൾ സിനിമ TV പ്രീമിയർ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഫ്ലവേഴ്സിലാണ് ബിഗ് ബാൻ സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 4-5 മാസമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ മെയ് മാസം 30-ന് മുന്നേ ബാന്ദ്ര സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായ സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, അനിക, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ് കപ്പ്. ഈ സിനിമയുടെ OTT സൈനപ്ലൈ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങി മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജൂൺ മാസത്തിൽ കപ്പ് സിനിമ സൈനപ്ലൈയിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023 ഇറങ്ങിയ നിവിൻ പോളി സിനിമയാണ് രാമചന്ദ്ര. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഒരു കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. സൗബിൻ, നിവിൻ പോളി, മമിത ബൈജു, അനൂപ് മേനോൻ തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് രാമചന്ദ്രയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഷൈനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 2023 സിനിമ പുറത്തിറങ്ങിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം വേല സിനിമയുടെ OTT വാങ്ങിച്ചുവെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ മാസം തന്നെ വേല OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ ഒരുപാട് ട്രോളുകൾ ഡൊമിനിക്കിനെതിരെ വരുന്നുണ്ട്. OTTക്ക് പോലും ഡൊമിനിക് വേണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഡൊമിനിക്കിന്റെ OTT ഡീല് നടന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം ഡൊമിനിക്ക് വാങ്ങിച്ചുവെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഡൊമിനിക്. എവറേജ് അഭിപ്രായമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. ഡൊമിനിക്കിന്റെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. മെയ് മാസം 30-ന് മുന്നേ ഡൊമിനിക് സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഗെറ്റ്സ് ബേബിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ നല്ല രീതിയിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ്സ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ്സ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം തന്നെ സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ടായിരിക്കും ഗെറ്റ്സ് ബേബി വരുന്നത്. ഒരുപക്ഷെ ഈ വീക്ക് തന്നെ സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് മാരിവില്ലിൻ സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമിൽ മാരിവില്ലും ഗോപുരങ്ങൾ എന്ന സിനിമ ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പടക്കളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. യാതൊരു പ്രൊമോഷനും ഇല്ലാതെയാണ് പടക്കളം റിലീസിനെത്തിയത്. പക്ഷേ നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് പടക്കളം സിനിമയ്ക്ക് ലഭിച്ചത്. എല്ലാവരും 2 കൈ നീട്ടി പടക്കളത്തെ സ്വീകരിച്ചു. സുരാജ്, ഷർഫുദ്ദീനാണ് പടക്കളത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി ഫാന്റസി മൂവിയാണ് പടക്കളം. ഇതുവരെ തിയേറ്ററുകളിൽ വരാത്തൊരു കൺസെപ്റ്റാണ് പടക്കളത്തിൽ വന്നിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് പടക്കളം സിനിമ വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജൂൺ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും പടക്കളത്തിന്റെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിന്റെ പുതിയൊരു സിനിമയായിരുന്നു ജിംഖാന. തെലുങ്കിലെ സിനിമ ഹിറ്റായിട്ടുണ്ടായിരുന്നു. 50 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ജിംഖാന. ജിംഖാനയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. നേരത്തെ ആമസോൺ പ്രൈം സ്വന്തമാക്കുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒടുവിൽ സോണി ലിവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജിംഖാന ഒരു ബോക്സിംഗിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. ഒരുപാട് കോമഡിയും റൊമാൻസും ജിംഖാനയിലുണ്ട്. അതുകൊണ്ട് തന്നെ ജിംഖാനയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ലുക്മാൻ, നസ്ലിൻ അടക്കം ഒരുപാട് പേര് ജിംഖാനയിൽ അഭിനയിച്ചിട്ടുണ്ട്.
ജൂൺ മാസം 6-ന് സോണി ലിവിൽ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.